ഓ ആ വീഡിയോയിൽ അത് കാണിച്ചു. വന്ന് കാർ വന്ന് എത്തുന്നവര് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. താമരപ്പൂക്കളെല്ലാം എന്താ മൊത്തം നശിച്ചത് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാം താമരപ്പൂക്കളെല്ലാം വീണ് മൊത്തം പൂത്ത് നിന്ന് ഭയങ്കരമായിട്ട് കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് കാറ്റടിച്ച് പൂക്കളെല്ലാം വീണ് പൊഴിഞ്ഞു പോയി. അതുപോലെ തന്നെ ഇതിൻ്റെ സൈക്കിൾ ഇവിടെ മറിഞ്ഞു കിടക്കുന്നു. അയ്യോ അകത്തെ ചെരുപ്പിട്ട് എന്തോടെ എല്ലാം എടുത്താ കംപ്ലീറ്റ് സാധനങ്ങളായ അതെ ബിസ്ക്കറ്റ് എന്തിനാ വണ്ടിക്കകത്തിരുന്നോ? തരത്തില്ല, അതുകൊണ്ടാണ് ആ ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്നത്. കാറിന്റെ സൗണ്ട്, ഡോറടയ്ക്കുന്ന സൗണ്ട്, കാറിന്റെ സൗണ്ട്. ഈ ചെറുക്കനടുത്തും ഗോകുലാൻഡ് പോയി കൊണ്ടാണ് തോന്നില്ലേ? കണ്ടോ? അതോ വാക്ക് എഴുതി കൊടുത്ത് എഴുതി കൊടുക്കുമ്പോ ആ ബുക്ക് വെച്ചിട്ട് വേറെ കൊടുത്തുണ്ട്. അങ്ങനെ പല ദിവസം ഇങ്ങനെ നാളെ ഞാൻ ഇന്നലെ കുറെ വഴക്ക് പറഞ്ഞു. നാളെ എല്ലാവരും കൊണ്ടുവരും. ഒരേ ദിവസം ഇങ്ങനെ ചുമ്മാ വഴക്ക് പറയുന്നത് പുസ്തകം രണ്ടും അവിടെ ഇരിക്കുന്നു. എത്ര ദിവസം കൊണ്ടേ പുസ്തകം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പോലും ഇച്ചിരി ഞാൻ വായിപ്പിച്ചാണ് വിടുന്നത്. ഒരുപാട് നല്ലവരെ വായിക്കും അവൻ. ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൽ വരുന്ന വാക്കുകളാണ് ഇത്. ഞാൻ അറിയുന്ന അപ്പൊ പോളന്നു ഇപ്പൊ കൊണ്ടുവന്നു എഴുതാൻ കൊണ്ടുവന്നതാ. ഇന്നത് പോണെന്നേ അറിഞ്ഞോളൂ. സൗണ്ട് കേട്ടോണ്ട് രാവിലെ എഴുതാൻ എടുത്തോണ്ട് വന്നതാ. ആ കൊള്ളാം. സൗണ്ട് ആവാം. ഇപ്പം രാവിലെ ഇതിന് പോകുന്നുണ്ടല്ലേ എഴുതേക്കുന്നു. പുസ്തകം രണ്ടു എത്ര ദിവസം കഴിക്കുന്നു. ഒരു ദിവസം രാത്രി നീ റെഡിയാ? ഇവനത് മതിയെന്ന്. ഒരു പ്ലാസ്റ്റിക് കവർ നനഞ്ഞ സാധനം വെക്കാനായിട്ട്. എടാ നനഞ്ഞ തുണിയില്ലേ, ആ തുണി കവറിനകത്ത് വെക്കണം, അല്ലെങ്കിൽ ബാഗെല്ലാം നനയും. ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ്? ബർത്ത്ഡേ കൊടുക്കാനുള്ള ഗിഫ്റ്റ് അല്ലേ? കൊണ്ടുപോയി
അവർക്കൊക്കെ കൊടുക്കണം കേട്ടാ. നീയും തിന്നണം, അവർക്ക് കൊടുക്കണം കേട്ടാ. ഒരെണ്ണം നിനക്ക്, ഒന്ന് മോനും മോളും, ഒന്ന് മറ്റേവർക്ക് രണ്ടുപേർക്കും കൊടുക്കണം കേട്ടാ. ആരെങ്കിലും കൊണ്ടെങ്കിൽ മുട്ടൊക്കെ കൊണ്ടുവരണം. ഓക്കെ, അവിടെ ഇരി. പൗഡർ ഇട്ട് അത് മതി. ഇനി ഇട്ട് കഴിഞ്ഞാൽ ചാമ്പലാവും. മുഖത്തിട്ടായിരുന്നില്ല. താണ്ടവന്റെ കഴുത്തിലും ഇതൊക്കെ കിടക്കുന്നു. പിന്നെ മടങ്ങിയാണ് മോശം മൂക്കൊക്കെ തുടങ്ങണോ ബാറ്റിലോ വീട്ടിലായിരിക്കും. മോനൊക്കെ അവിടെ ഞാനും അവിടെ നോക്കട്ടെ, എന്തോ നോക്കട്ടെ. അടുക്കളയൊന്നും ചെയ്തില്ല. മതി. മുടിയൊക്കെ ഉണങ്ങിയല്ല. ചൂടുണ്ടോ? ഇല്ല. ഒരു ചീപ്പാനകത്ത് എടുത്തിട്ടാക്കുന്നവന് തിരിച്ചറിയണം. ചീപ്പാൻ ഒരു ചീപ്പിട്ടാറ്. ഇവിടെ തിരിച്ചു വരുമ്പോ വെള്ളത്തിലൊക്കെ ഇറങ്ങിട്ട് ചീപ്പണം കേട്ടാ. വെള്ളത്തിൽ തല നോക്കണം. സൈഡിലിട്ടേരെ, സൈഡിലിട്ടേരെ. 7 മണിയായി. 7:15 പിള്ളേര് വരുമ്പോ ഞങ്ങളെ ഇപ്പൊ എടുക്കണോ? വന്നു. എവിടെ പോവേണ്? നിങ്ങൾക്കത് പറയാണ്ടോ? നിങ്ങൾ എവിടെയാണ് യാത്ര ചെയ്യുന്നത്? എവിടെ? ഗോഗോലാൻഡ്, തിരുവനന്തപുരം ഗോഗോലാൻഡ് പോകാൻ വേണ്ടി ഇതാ ഇവിടെ കേശു റെഡി ആവുകയാണ്. അതിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നു. നമ്മളാരും പോകുന്നില്ല. അവൾ ഓഫീസിൽ പോണു. എനിക്ക് കാല് വയ്യ. അതുകൊണ്ട് കേശു ഗോഗോലാൻഡിലേക്ക് മടങ്ങുകയാണ്. പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതിനുവേണ്ടി 7 മണിക്ക്, എത്ര മണിക്കാ? 7 മണിക്ക് അവ ഇവിടുന്ന് പോകും. പിന്നെ എപ്പോൾ വരും? വൈകുന്നേരം. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, പാർക്കുണ്ട്, ഒരു കാറിലൊക്കെ കയറുന്നുണ്ട്. പിന്നെ നമ്മൾ ഡാൻസ് കളിച്ചിട്ട് വെള്ളം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അങ്ങനെയുള്ള കുറെ ഉണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ എന്ത് എടുത്തു വെച്ച സാധനങ്ങളൊക്കെ കാണിര് നോക്കട്ട്, കഴിച്ചിട്ട് നോക്കട്ട്. സമയമില്ല എങ്കിൽ പെട്ടെന്ന് കഴിക്ക്. നീ കഴിക്ക. നീ ഇതിൽ നോക്കുന്ന എന്തിനാ? കവർ കൂടി കൊട്ടിയിരിക്കുന്നു. അത് മതി. കീറാൻ പറ്റുമോ? ഓ അത് മതി. മതി. എന്തിനാണ് എന്തിനാണ് തിരിക്കുന്നത്?